ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫാമിലുള്ള ചാണകവും ആട്ടിൻകാഷ്ടമൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉണക്കിയിട്ട് കൊടുക്കുന്നതെന്നും അതിന്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ തൊഴുത്തുനിന്ന് നേരെ കൊണ്ടുവരുന്ന ചാണകം കേട്ടോ. നമ്മൾ ഇതുപോലെ ട്രോളിയിലാക്കിയിട്ടാണ് ചാണകം കൊണ്ടുവരുന്നത്. അതിതാ ഇതുപോലെ കളത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യും. ഇതൊരു ട്രോളിയൊന്നല്ല കേട്ടോ, ഒരു ദിവസം 3-4 ട്രോളിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൂട്ടിയതാട്ടോ. കളം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വളം ഉണക്കാനായിട്ട് ഒരു കളം സെറ്റ് ചെയ്താട്ടോ. ഇങ്ങനെ കൊണ്ടുവരുന്ന ചാണകം അതാ കയ്യോടെ ഇതാണ്, അതൊക്കെ പച്ച ചാണകമാണ്. ഇങ്ങനെ നമ്മൾ ഒന്നിങ്ങനെ കൊത്തിയിടും. ഈ ഒരു സമയത്താണ് നമുക്ക് വളങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. ചാണകത്തിനായാലും ആട്ടിൻകാഷ്ടത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. പിന്നെ നമുക്ക് ഉണക്കിയെടുക്കാനും കഴിയുന്നത് വേനൽ തുടങ്ങുമ്പോഴാട്ടോ കൂടുതലും. അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ അരിഞ്ഞിടുക എന്നൊക്കെ പറയും. അത് അങ്ങോട്ട് കാണുന്നത് നമ്മളിങ്ങനെ ഒരു റൗണ്ട് അരിഞ്ഞിട്ടതാണ്. ഇനി തിരിച്ചു ഒന്നും കൂടെ 2 ദിവസം കൂടുമ്പോൾ മറിച്ചിടണം കേട്ടോ. ഇതൊക്കെ പച്ച ചാണകമാണ് ഇങ്ങനെ ഡെയിലി കൊണ്ടുവരുന്നത്. നല്ല വെയിലുണ്ട് കേട്ടോ. എന്തായാലും വളം ഉണങ്ങി കിട്ടാൻ മാത്രമുള്ള വെയിലുണ്ട്. പെട്ടെന്ന് വളം ആയി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഓവർ വെയിലുമല്ല, കുറച്ച് ഷെയ്ഡും അങ്ങനത്തെ ഒരു സ്ഥലത്തിട്ടാണ് ഇതൊക്കെ ഉണക്കിയെടുക്കേണ്ടത്. നല്ല വെയിലത്തിട്ടുമല്ല. പിന്നെ മെയിനായിട്ട് ഇതുപോലെ മറച്ചിട്ട് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇതാ ഇവിടെ കാണാം, ഇത് നമ്മൾ ഒരു മറി മറിച്ചതാണ്. ഇപ്പോഴും കണ്ടില്ലേ അടിഭാഗം പച്ചേനെ. അത് തിരിച്ചു ഇതുപോലെ ഒന്നുകൂടെ മറിച്ചിടണം. അപ്പൊ ഡെയിലി നമ്മളിങ്ങനെ ചെയ്താൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. പിന്നെ പശു വളർത്തല് ഇപ്പൊ പിടിച്ചു നിൽക്കുന്നൊക്കെ ഇതുപോലെ എന്താ വെച്ചാൽ തീറ്റച്ചെലവ് വളരെ കൂടുതലാണ്. ഡയറി ഫാമൊക്കെ കുറെ ആളുകൾ നിർത്തി പോകുന്നുണ്ട്. ലാഭകരം എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഉള്ളുകൊണ്ട് നോക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് നഷ്ടത്തിലാണ്. അപ്പൊ അതൊക്കെ റെഡിയാക്കി പോകണമെങ്കിൽ ഒന്ന് മെയിനായിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇതിന് മുന്നൊക്കെ വീഡിയോ ചെയ്താണ് പുൽകൃഷി വേണം. അതുകൂടാതെ തന്നെ നമ്മുടെ കാലിത്തീറ്റയ്ക്ക് ഇതിനൊക്കെ നല്ല വിലയാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിലൊക്കെ പാൽ വിലയും നമ്മൾ ഉദ്ദേശിച്ച വിലയൊന്നുമല്ല, മിൽമ തരുന്ന വില മാക്സിമം ആണ്. എന്നാലും ഇപ്പോഴത്തെ ഉൽപ്പാദന ചെലവിലേ അതൊന്നും പോരാ. അപ്പൊ ഇതുപോലെ ചാണകങ്ങളൊക്കെ വിറ്റിട്ട് ആണ് നമ്മൾ ഇന്ന് ചാണകം വിറ്റിട്ടും അതുപോലെ ബയോഗ്യാസിലെ ഗ്യാസ് നമ്മളെടുത്ത് അതിന്റെ സ്ലറിയൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷിയൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് വരുമാനം തരുന്നതിൽ പശു വളർത്തൽ മെയിൻ ആയിട്ടുള്ളൊരു സാധനമാണ്. പാല് കഴിഞ്ഞാൽ ഇതുപോലെ വളങ്ങൾ വിൽക്കുന്നത്, ചാണകമൊക്കെ നമ്മൾ വിൽക്കുന്നത് കേട്ടോ. നമ്മൾ കൊണ്ടിട്ടതൊക്കെ ഏകദേശം ഒരു റൗണ്ട് മറിച്ചിട്ടുണ്ട്. അവിടെ 2ാം റൗണ്ടും ഇവിടെ ആദ്യ റൗണ്ടായിട്ട് നമ്മൾ മറിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബയോഗ്യാസിന് ആവശ്യത്തിനൊക്കെ നമ്മൾ തൊഴുത്ത് 2 നേരം കറവയുടെ മുന്നായിട്ട് കഴുകുന്ന വെള്ളം ഉണ്ടാവും. അത് ആ സമയത്തുള്ള ചാണകമൊക്കെ മതി നമുക്ക് ആവശ്യത്തിന് ഗ്യാസ് കിട്ടാനും. പിന്നെ അതിന്റെ സ്ലറി നമ്മൾ തോട്ടത്തിലേക്ക് എല്ലാ വിളകൾക്കും പമ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ മുന്നൊക്കെ നമ്മൾ എല്ലാത്തിനും പറയേണ്ടത് നമ്മൾ ബയോഗ്യാസിന്റെ സ്ലറിയാണ് എല്ലാ ഇതിനും ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ. അതിനൊക്കെ ഉള്ളത് അങ്ങനെ തന്നെ കിട്ടും. ഇത് നമ്മൾ വിൽക്കാനായിട്ട് മാത്രം ഇതുപോലെ മാറ്റിയിരുന്നാണ്. നമ്മൾ ഉണങ്ങി വളം ഒന്ന് കാണിച്ചു തരാം. ഇതൊന്നല്ല കേട്ടോ, നമ്മൾ വേനൽ തുടങ്ങിയത് മുതൽ ആവുന്ന വളങ്ങൾ ഇങ്ങനെ കയറിപ്പോയാലേ നമുക്ക് ഇതൊക്കെ ഉണക്കിയെടുക്കാനും പറ്റുള്ളൂ കേട്ടോ. പിന്നെ നല്ല ഡിമാൻഡും ഉണ്ട്. ഇതാ സെറ്റ് ആക്കിയിട്ട് അല്ല പൊടിഞ്ഞ ചാണകം ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. ഇതൊക്കെ നമ്മൾ 3-4 തവണയൊക്കെ മറിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് ഇങ്ങനെ കൂട്ടും. അങ്ങനെ കൂട്ടിയിട്ടിട്ട് ഷീറ്റിട്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പൊടിഞ്ഞു കിട്ടും. ചെറിയൊരു തണുപ്പുണ്ടാവും, എന്നാലും നല്ല ഉണങ്ങി പൊടിഞ്ഞതാണ്. അത് നമ്മളിങ്ങനെ ഷീറ്റ് അടച്ചിടുമ്പോൾ ഒരു വിങ്ങലുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു തണുപ്പാണ്. പക്ഷെ ആ തണുപ്പ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ പൊടിഞ്ഞു കിട്ടും. അതല്ല സൂപ്പർ വളമാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ആവശ്യക്കാർ വരുന്നത് കാപ്പി കൃഷിക്കാണ്. കാപ്പിക്ക് നല്ല വില ഉള്ളതുകൊണ്ട് ഞങ്ങൾ വയനാട്ടിൽ അധികം ആളുകളൊന്നും കാപ്പിക്ക് അങ്ങനെ വളം ഇടലില്ല. ഒരു കൊല്ലം ഇട്ടാൽ പിറ്റത്തെ കൊല്ലം അങ്ങനെ ഇടാതെ അങ്ങനെ പോകും. പക്ഷെ ഇപ്പൊ വില ഉള്ളതുകൊണ്ട് എല്ലാവരും ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ കൂടുതലായിട്ട് പിന്നെ പോകുന്നത് വാഴയ്ക്കും പച്ചക്കറിക്കൊക്കെയാണ്. പച്ചക്കറിക്കൊക്കെ അധികം പോകുന്നത് നമുക്ക് ആട്ടിൻകാഷ്ടമാണ്. കാപ്പി കൃഷിക്കാണ് ഇപ്പൊ കൂടുതൽ പോകുന്നത്. ഈ വളങ്ങളൊക്കെ ബുക്കിംഗ് ആണ്. നമുക്ക് ഉണക്കി ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ മതി, അപ്പോഴത്തേക്കും ആളുകൾ കൊണ്ടുപോകും. ഇതിപ്പം 1, 2, 3 ലോഡോളം നമുക്ക് ആവശ്യം ഓർഡർ തന്നിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസമായിട്ട് ആ വളങ്ങളൊക്കെ എടുത്തു പോകും. നമുക്ക് ഇനി ആട്ടിൻകാഷ്ടം ഇന്ന് കുറച്ച് വളം കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ആട്ടിൻകാഷ്ടമാണ് അവർ ആദ്യം ആക്കുന്നത്. അതെങ്ങനെയാണ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. കുറെ ആളുകൾ മുന്നേക്ക് നമ്മൾ വളം കൊടുക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എങ്ങനെയാ റേറ്റും കാര്യങ്ങളും, അപ്പൊ അതൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇന്ന് കൊണ്ടുപോകാനുള്ള വളം ഇവിടെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ ഇതുവരെ നമ്മൾ ഉണക്കിയതാണ് കാണിച്ചത്. ഇനി നമ്മൾ ഉണക്കിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് ആട്ടിൻ കാഷ്ട കേട്ടോ. ഇതൊക്കെ ചാക്കിലാക്കി വെച്ചതാണ്. നമ്മളെ വീഡിയോയിൽ കൊത്തുന്ന ആളെ നോക്കി നമ്മൾ അപ്പുവേട്ടൻ കുറെ ദിവസമായി നമ്മൾ അപ്പുവേട്ടൻ വീഡിയോയിലൊക്കെ വന്നിട്ട് കേട്ടോ. അപ്പുവേട്ടൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ല. നമുക്ക് പ്ലാവിലൊക്കെ വെട്ടിത്തരുന്നത് വേറെ ആളാണ്. ഇപ്പൊ അപ്പുവേട്ടൻ നല്ല മുങ്ങിയതാണ്. വേറെ ഒന്നല്ല, അപ്പുവേട്ടന് ഈ ഒരു സമയമാകുമ്പോൾ ഫോറസ്റ്റിൽ വാച്ചർ പണി ഉണ്ടാവും. പിന്നെ തേനെടുക്കുന്നതൊക്കെ സമയം, തേനെടുക്കാൻ ആയിട്ടില്ല, വാച്ചർ പണി ആയതുകൊണ്ട് അപ്പുവേട്ടൻ മുങ്ങിയതല്ല. അപ്പുവേട്ടൻ നല്ല ഇതാ ആട്ടിൻകാഷ്ടം നല്ല സെറ്റ് ആയത് കേട്ടോ. ആട്ടിൻകാഷ്ടം പിന്നെ വാരി ഇടുന്നതൊക്കെ കോരി ഇടുന്നൊക്കെ നമ്മൾ ഇതിന് മുന്നൊക്കെ കാണിച്ചാൽ നല്ല പൊടിഞ്ഞ ആട്ടിൻകാഷ്ടം കേട്ടോ. സൂപ്പർ. നമ്മളധികം പച്ചക്കറിക്ക് ഇതായിട്ട് ഇടല്ലേ. ഈ കൊടുക്കുന്നത് ചാക്കിലാക്കിയിട്ടാണ്. നമ്മൾ രണ്ട് രീതി കൊടുക്കുമ്പോൾ ആദ്യത്തെ രീതിയാണ് നമ്മൾ ചാക്കിലാക്കി കൊടുക്കുന്നത്. അത് ഇതാ ഇതുപോലെ കട്ടയൊക്കെ പൊടിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചാക്കിലാക്കും. ചാക്കിലാക്കാൻ നമ്മൾ കൊട്ടയ്ക്കാട്ട് ഇടുന്നത്. ഇതുപോലെ നിറച്ച കൊട്ട എടുക്കും. ഒരു കൊട്ട, അങ്ങനെ 4 കൊട്ട വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ചാക്കാക്കുന്നത്. ഒരു ചാക്ക അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പം ഇങ്ങനത്തെ ഒരു കൊട്ടയ്ക്ക് നമ്മൾ 35 രൂപയായിട്ടോ വളത്തിന് വാങ്ങുന്നത്. അയ്യോ തലടിച്ചോ, കാപ്പിക്കൊമ്പിളുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഇതിലാണ് നമ്മൾ അളവ്. നമ്മൾ പഴയ ആദ്യത്തെ രീതിയൊക്കെ ഇതുപോലെ ടിന്നിൽ കേട്ടോ, നമ്മൾ വെളിച്ചെണ്ണയുടെ ടിന്ന്, ഇതിനെ ടിന്ന് കൂമ്പിച്ചതാണ് ഒരു കൊട്ട പറയുന്നത്. അപ്പൊ കേട്ടോ അത് ഇട്ടിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക്. ആ റബ്ബർ കൊട്ടയ്ക്ക്, റബ്ബർ കൊട്ട പറഞ്ഞാൽ ഇത് വലിയ റബ്ബർ കൊട്ടയായിട്ട്, ചെറുതല്ല. ഇതിലും ചെറിയ റബ്ബർ കൊട്ടയും മീഡിയനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എടുക്കുന്ന റബ്ബർ കൊട്ട ഈ ഒരു ടിന്ന് എന്ന് പറയുന്നത് വലിയ കൊട്ടയ്ക്കാണ്. അത് ഇട്ടോളെ, അല്ല അതായില്ലടി. എന്നിട്ട് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് കൊട്ടയായിട്ട്. അപ്പൊ അത് 2 ചാക്ക് ഇട്ടു കേട്ടോ. ഇതൊക്കെ 2 ചാക്കല്ല 2 കൊട്ട ഇട്ടു. നമ്മൾ ടിന്നിലൊന്ന് കാണിച്ചു തരാം. നമ്മൾ 35 രൂപ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇതൊരു അളവിൽ കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ കൊട്ടയുടെ അളവ് ചിലപ്പോൾ 2 ടിന്ന് കൊള്ളുന്ന കൊട്ട ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ടിന്ന് കൊള്ളുന്ന അടുത്ത് നിറയ്ക്കാനൊക്കെ എളുപ്പം ഒറ്റ കൊട്ട ഇടുന്നതാണ്. കുറച്ചുകൂടെ നിറച്ചിട്ടല്ല നമ്മൾ ടിന്ന് എടുക്കുക. ഇതാണ് നമ്മൾ 35 രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു ടിന്ന് എന്ന് പറയുന്നത് കേട്ടോ. ആട്ടിൻകാഷ്ടായാലും ചാണകമായാലൊക്കെ നമ്മൾ ഈ അളവിലാണ് കൊടുക്കുന്നത്, ഈ റേറ്റിന്. അപ്പോട്ട് നേരത്തെ എടുത്ത പോലെ ഒരു കൊട്ടയ്ക്ക് ഫുള്ളായിട്ടുണ്ടാവും കേട്ടോളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഈ കൊടുക്കുന്ന വളം എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഉണക്കി പൊടിച്ച് വെക്കുകയാണ് വളങ്ങൾ അധികം ചെയ്യല്. ആട്ടിൻകാഷ്ടായാലും ചാണകമായാലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആളുകൾ നേരിട്ട് വന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ ചാക്കിലേക്ക് ആക്കിയിട്ടാണ് കൊണ്ടുപോവുക. ഇന്ന് കൊണ്ടുവന്ന ആളുകൾക്ക് അവിടെ പണിക്കാരും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം അപ്പേട്ടിനൊക്കെ നിർത്തിയിട്ട് ചെയ്യാം. അപ്പം ഇവർ 2 ആളും വന്നിട്ട് ഇന്ന് ഏകദേശം നമുക്കൊരു 100 കൊട്ടയോളം ആട്ടിൻകാഷ്ടവും 100 കൊട്ട ഇത് വേണം, ചാണകവും വേണം. അപ്പം 25 ചാക്ക് നമ്മൾ ഏകദേശം ചാക്ക് നമ്മളെ ഫാമിലുള്ള സമയമാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചാക്ക് കൊടുക്കും കേട്ടോ. നമ്മളെ കാലിത്തീറ്റയുടെ ചാക്കാണ്. ഇങ്ങനെ ചാക്ക് കൊടുക്കുമ്പം ഒരു ചാക്കിന് നമുക്ക് 10 രൂപ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, പശുവളത്തിൽ ലാഭകരമാക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ കാലിത്തീറ്റയ്ക്ക് നല്ല വിലയാണ്. 1500 രൂപയ്ക്ക് ഒരു ചാക്കിന് കാലിത്തീറ്റയ്ക്ക് വരുമ്പം ഒരു തീറ്റ കൊടുത്തു കഴിയുമ്പോൾ ഒരു ചാക്കിന് ഞങ്ങൾക്ക് 10 രൂപ കിട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ പോകുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നല്ല കേസിൻ്റെ കാലിത്തീറ്റയുടെ ചാക്കുണ്ട്. നമ്മൾ ഫാമിലുള്ള സമയമാണെങ്കിൽ നമ്മൾ ഇതുവരെ കൊടുക്കും, വിലയ്ക്ക് കൊടുക്കും. ഇതിപ്പോൾ ഇവർക്ക് 50 ചാക്ക് നമ്മൾ കൊടുക്കുന്ന കേട്ടോ. ഇന്ന് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞാൽ 25 ചാക്ക് ആട്ടിൻകാഷ്ടം, 25 ചാക്ക് ചാണകമാണ് നമ്മൾ ആക്കുന്നത്. അപ്പോൾ 10 രൂപ വെച്ച് നമുക്ക് ചാക്കിലും കിട്ടും. ആ സെറ്റ് ആയപ്പോട്ടെ എന്താ കഴിഞ്ഞാൽ ഇത് ഏകദേശം നമുക്കിതാ ഇത് രാവിലെ തുടങ്ങിയാൽ നമുക്ക് 25 ചാക്ക് നിറച്ചു. ഇനി ഇതാ അതുപോലെ കെട്ടുന്നുണ്ട് കേട്ടോ. ബിജുവേട്ടൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. ബിജുവേട്ടൻ നമുക്ക് അത് എങ്ങനെ ഇവിടുത്തെ പണിക്കല്ലേ വരില്ല, നമുക്ക് പ്ലാവിലെ വെട്ടിത്തരാനൊക്കെയാണ് വരല്. ഇന്നിപ്പോൾ 2 ആളെയും കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ നമ്മൾ വളം കൊടുക്കുന്നത് അപ്പോട്ടനൊക്കെ നമ്മളെ പണിയല്ല, നമ്മൾ പറഞ്ഞ് കൊടുക്കുന്ന ആളുകളെ പണിയാണ്. അപ്പോൾ ഇതിന്റെ കൂലിയും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കണം. അപ്പോൾ പറയാനുള്ളത് നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് 2 രീതിയിലാണ്. ഒന്ന് ഇതുപോലെ ചാക്കിലാക്കി കൊടുക്കും. ചാക്കിലാക്കുമ്പോഴും കൊണ്ടുപോകുന്ന ആളുകൾ എന്ത് ചെയ്യും, വളം വാങ്ങിക്കാനായിട്ട് നമ്മളെ ഫാമിൽ വരും. അപ്പോൾ അവർ തന്നെ പണിക്കാരെ കൂടെ നിറച്ചു കൊടുക്കും. പണിക്കാരില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആളെ വെച്ച് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഉള്ള കൂലികളെ കൊണ്ടുപോകുന്ന ആളുകൾ കൊടുക്കുക. ചാക്കും അതുപോലെ തന്നെ കൊണ്ടുവരികയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ ഫാമിൽ നിന്ന് ഇതുപോലെ വില കൊടുത്ത് 10 രൂപയ്ക്ക് തന്നെ ചാക്കുകൾ വാങ്ങിക്കണം. അല്ലാതെ കൊണ്ടുപോകുന്നത് നേരെ വണ്ടിയുടെ ബോഡി ലെവലിലോട്ട് വളം ഇട്ടിട്ടാണ്. അപ്പോൾ അത് ആളുകളെ നേരിട്ട് വന്നിട്ട് അവർ തന്നെ വണ്ടി വെക്കും, അതിലേക്ക് ചാണകം എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ 2 രീതിയിലാണ് നമ്മൾ വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ കൊട്ടയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ അളവ് ഒരു ടിന്ന് ഒരു കൊട്ടയൊക്കെ പറയുന്നത് നമ്മൾ 35 രൂപയ്ക്കാണ്. അപ്പോൾ എത്രയാണ് കയറ്റുന്നത് അതിനനുസരിച്ച് കണക്ക് തരിക, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം പണിക്കാരോ കാര്യങ്ങൾ ഇല്ലാത്തവർക്ക് നമ്മൾ ഇതുപോലെ സഹായം ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതിന്റെ കൂലിയും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുക. അല്ലാതെ നേരിട്ട് വന്നിട്ട് നമ്മുടെ ഫാമിൽ വന്നിട്ട് ഇതുപോലെ വളങ്ങളൊക്കെ കൊണ്ടുപോകാം. ഇഷ്ടംപോലെ ആളുകൾ നമ്മളോട് വളത്തിന് ബുക്കും കഴിഞ്ഞപ്പോട്ടാ
ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാലേ ഇനി പുറത്ത് നമുക്ക് വളം കൊടുക്കാം. പുറത്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓർഡർ തന്നെ നമുക്ക് ഇനി കൊടുക്കാനുണ്ട്. ഇന്ന് നമുക്ക് ഇത്രയും വളം ഇതുപോലെ തന്നെ ഇതാ ഇത് അങ്ങോട്ട് എടുക്കല്ലേ, നമുക്ക് അപ്പുറം ഭാഗത്തിൽ ചാണകം ഇതുപോലെ 25 ചാക്കാക്കാനുണ്ട്. എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ കുറേ ആളുകൾ ഇതിന് മുന്നേ നമ്മളോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് വളത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതാണ് റേറ്റ്, നമ്മൾ പറഞ്ഞ റേറ്റാണ് വളത്തിന് കൊടുക്കുന്നത്. അതുപോലെ വളം കൊണ്ടുപോകുന്ന രീതി ഇങ്ങനെയാണ്. നമ്മൾ നേരിട്ട് വണ്ടിയിൽ ബോഡി ലെവലിൽ ഇട്ടും കൊണ്ടുപോകാം, ഇതുപോലെ ചാക്കിലിട്ടും കൊണ്ടുപോകാം.